വാർത്തകളിലേക്ക്. ബജറ്റിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിനെതിരെ സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. തൃശൂർ, കൊച്ചി, കോട്ടയം, കൊല്ലം ജില്ലകളിലെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് യുവമോർച്ച ആണിപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏർപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡുകൾ തള്ളി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മന്ത്രിമാരുടെ അടക്കം ചിത്രങ്ങൾ കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച പ്രവർത്തകർ. രണ്ടാം തവണയും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. ബജറ്റിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിനെതിരെയാണ് സംസ്ഥാനത്തെങ്ങും യുവജന സംഘടനകളുടെ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തൃശൂരും, കൊച്ചി, കോട്ടയം തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് യുവമോർച്ച പ്രവർത്തകരുടെ ഈ ഒരു സംഘർഷം ഇപ്പോൾ നടക്കുന്നത്. സമാധാനപരമായി തുടങ്ങിയ മാർച്ച് പിന്നീട് സംഘർഷാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രിമാരുടെ ചിത്രങ്ങൾ കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്.
ഇപ്പോൾ ബാരിക്കേഡുകൾ തള്ളിമാറ്റാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ.
വിശദാംശങ്ങളുമായി അമൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകരാണ് നിയമസഭാ മാർച്ചിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി അവർ മന്ത്രിസഭയെ കത്തിക്കുകയാണ് എന്ന പറഞ്ഞുകൊണ്ട് മന്ത്രിമാരുടെ ഒക്കെ പ്ലക്കാർഡുകൾ കത്തിച്ചുകൊണ്ടായിരുന്നു അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രിമാരുടെ പ്ലക്കാർഡുകളൊക്കെ കത്തിച്ചതിനു ശേഷം പോലീസ് നിരത്തിയ ബാരിക്കേഡ് തകർക്കാൻ വേണ്ടി യുവമോർച്ചയുടെ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് തന്നെ പോലീസ് പിന്നീട് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധത്തിൽ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ പോലീസ് വളരെ ശക്തമായ സന്നാഹം തന്നെയായിരുന്നു ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 2 യൂണിറ്റ് ഫയർഫോഴ്സിലൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരാൻ വേണ്ടി പോലീസിന് സാധിച്ചിരുന്നു. ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പോലീസ്. അതേസമയം തന്നെ കേരള സർക്കാരിന്റെ ബഡ്ജറ്റിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമായാണ് ഈ പ്രതിഷേധ പ്രകടനം യുവമോർച്ച നടത്തിയിരിക്കുന്നത്. ഡീസലിനും പെട്രോളിനും അടക്കം 2 രൂപ സെസ് വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ ആവശ്യ സാധനങ്ങൾക്കൊക്കെയും വലിയ രീതിയിലുള്ള നികുതി വർധനമാണ് ഉണ്ടായത് എന്ന ആരോപണവുമായാണ് ഇപ്പോൾ യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി നിയമസഭാ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ യുവമോർച്ച പ്രതിഷേധ മാർച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് ഉച്ചയോടെ, അതായത് 1 മണിയോട് അടുത്തായിരുന്നു യുവമോർച്ചയുടെ ഈ ഒരു പ്രതിഷേധ നിയമസഭാ മാർച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പ്രതിഷേധക്കാർ ബാരിക്കേഡ് തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ബാരിക്കേഡ് പൊളിച്ചു മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അവിടേക്കൊപ്പം ചെന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും അവർ പോലീസിന് നേരെ പ്രതിഷേധവുമായി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഭദ്ര, ശരി, അമലാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുവമോർച്ച നടത്തുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റിലെ ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിനെതിരെയാണ് സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധ ധർണകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം വിവിധ ജില്ലകളിൽ തൃശൂർ, കൊച്ചി, കോട്ടയം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ അരങ്ങേറിയിരുന്നു. അതിന് പിന്നാലെയാണ് യുവമോർച്ചയുടെ ഇപ്പോൾ ധർണ തിരുവനന്തപുരത്ത് നടന്നത്. പോലീസുകാർ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. അതേസമയം കൊച്ചിയിൽ പ്രതിഷേധത്തിനിടെ പോലീസുകാർക്ക് നേരെ കല്ലേറും ഉണ്ടായിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്.